ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. കണ്ടൻറ്റേഴ്സിൻ്റെ റീഡ് അലോങ് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗംഗ ആൻഡ് ബ്രഹ്മപുത്രയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇൻഡസ് ആൻഡ് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു അത് കാണാമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഗംഗ ആൻഡ് ബ്രഹ്മപുത്രയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഗംഗ സിസ്റ്റം. The Ganga is the most important river of India, both from the point of view of its basin and cultural significance. It rises in the Gangotri Glacier near Gaumukh in the Uttarakashi district of Uttarakhand. Here it is known as Bhagirathi. It cuts through the central and lesser Himalayas in narrow gorges. അപ്പോൾ ഗംഗയുടെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഗംഗ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിൽ അറിയേണ്ട കാര്യം ഇറ്റ് റൈസസ് ഇൻ ദി ഗംഗോത്രി ഗ്ലേസിയർ. ഗംഗയുടെ ഒറിജിനാണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ ഗംഗോത്രി ഗ്ലേസിയർ നിയർ ഗൗമുഖ് ഇൻ ദി ഉത്തരകാശി ഡിസ്ട്രിക്റ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഗംഗോത്രി ഗ്ലേസിയറാണ് നിയർ ഗൗമുഖ്. എവിടെയാണ്? ഉത്തരകാശി ഡിസ്ട്രിക്റ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. അവിടെ ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? ഹിയർ ഇറ്റ് ഈസ് നോൺ ആസ് ഭഗീരഥി. ഇമ്പോർട്ടൻറ്റ്. ഭഗീരഥി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒറിജിനും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇറ്റ് കട്ട് ത്രൂ ദി സെൻട്രൽ ആൻഡ് ലെസർ ഹിമാലയസ് ഇൻ നാരോ ഗോർജസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറ്റ് ദേവപ്രയാഗ്, വളരെ ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദേവപ്രയാഗ് ഭഗീരഥി മീറ്റ്സ് അളകനന്ദ. ഹിയർ ആഫ്റ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ഗംഗ. അപ്പം ദേവപ്രയാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേവപ്രയാഗിൽ ഭഗീരഥി, നമ്മൾ നേരത്തെ ഭഗീരഥിയുടെ കാര്യം പറഞ്ഞു. ഭഗീരഥി മീറ്റ്സ് അളകനന്ദ. ഹിയർ ആഫ്റ്റർ, അതിനുശേഷമാണ് എന്താവുന്നത്? ഗംഗയായിട്ട് ഒഴുകുന്നത്. ദേവപ്രയാഗിൽ ഭഗീരഥിയും അളകനന്ദയും കൂടെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്? ഗംഗയായിട്ട് ഒഴുകുന്നത്. നെക്സ്റ്റ്, ദ അളകനന്ദ ഹാസ് ഇറ്റ്സ് സോഴ്സ് ഇൻ ദി സത്തോപന്ത് ഗ്ലേസിയർ എബവ് ബദ്രിനാഥ്. ഇമ്പോർട്ടൻറ്റ്. അളകനന്ദയുടെ ഗ്ലേസിയർ, അളകനന്ദയുടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ സത്തോപന്ത് ഗ്ലേസിയർ. ഇമ്പോർട്ടൻറ്റ്. ദ അളകനന്ദ കൺസിസ്റ്റ് ഓഫ് ദി ധൗലി ആൻഡ് ദി വിഷ്ണു ഗംഗ വിച്ച് മീറ്റ് അറ്റ് ജോഷിമത് ഓർ വിഷ്ണു പ്രയാഗ്. അപ്പം അളകനന്ദയുടെ ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. സത്തോപന്ത് ആണ് അളകനന്ദയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അളകനന്ദ കൺസിസ്റ്റ് ഓഫ് ധൗലി ആൻഡ് വിഷ്ണു ഗംഗ. അതെവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? അളകനന്ദയുടെ ധൗലി ആൻഡ് വിഷ്ണു ഗംഗ മീറ്റ് ചെയ്യുന്നത് വിഷ്ണു പ്രയാഗ്. വീണ്ടും ഇമ്പോർട്ടൻറ്റ്. ധൗലിയും വിഷ്ണു ഗംഗയും മീറ്റ് ചെയ്യുന്നത് ജോഷിമത് അല്ലെങ്കിൽ വിഷ്ണു ഗംഗ. ഇമ്പോർട്ടൻറ്റ്. ദി അതർ ട്രിബ്യൂട്ടറീസ് ഓഫ് അളകനന്ദ സച്ച് ആസ് പിൻഡാർ. ഇമ്പോർട്ടൻറ്റ്. ജോയിൻസ് ഇറ്റ് അറ്റ് കർണപ്രയാഗ് വൈൽ മന്ദാകിനി ഓർ കാളി ഗംഗ മീറ്റ്സ് ഇറ്റ് അറ്റ് രുദ്രപ്രയാഗ്. ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അളകനന്ദയുടെ അടുത്ത ട്രിബ്യൂട്ടറി പിൻഡാർ എന്ന ട്രിബ്യൂട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിൻഡാർ ട്രിബ്യൂട്ടറി ജോയിൻസ് ഇറ്റ് അറ്റ് കർണപ്രയാഗ് വൈൽ മന്ദാകിനി ഓർ കാളിയങ്ക മീറ്റ്സ് ഇറ്റ് രുദ്രപ്രയാഗ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ദേവപ്രയാഗിൻ്റെ കാര്യം പറഞ്ഞു. ദേവപ്രയാഗ് എന്ന് പറയുമ്പോൾ ഭഗീരഥി മീറ്റ്സ് അളകനന്ദ. അത് കഴിഞ്ഞിട്ട് അളകനന്ദയുടെ കാര്യം പറഞ്ഞു. അളകനന്ദ എന്ന് പറയുമ്പോൾ സത്തോപന്ത് ഗ്ലേസിയറാണ് അതിൻ്റെ ഒറിജിൻ. അവിടെ നമുക്ക് ധൗലിയും വിഷ്ണു ഗംഗയും നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആ മീറ്റിംഗ് പോയിൻ്റ് നമ്മൾ ജോഷിമത്ത് അല്ലെങ്കിൽ വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത്. പിന്നെ പിൻഡാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ കർണപ്രയാഗ് എന്ന് പറയുന്നത്. വൈൽ മന്ദാകിനി ഓർ കാളിഗംഗ എവിടെ മീറ്റ് ചെയ്യുന്നു? രുദ്രപ്രയാഗിൽ മീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ദ ഗംഗ എൻറ്റേഴ്സ് ദി പ്ലെയിൻസ് അറ്റ് ഹരിദ്വാർ. ഗംഗ ഏതോടെ എൻ്റർ ചെയ്യുന്നു? ഹരിദ്വാർ. നോർത്ത് ഈസ്റ്റേൺ പ്ലെയിനിൽ എൻ്റർ ചെയ്യുന്നത് ഹരിദ്വാർ വഴിയാണ്. അപ്പോൾ ദ ഗംഗ എൻറ്റേഴ്സ് ദി പ്ലെയിൻസ് അറ്റ് ഹരിദ്വാർ. ഇമ്പോർട്ടൻറ്റ്. ഫ്രം ഹിയർ ഇറ്റ് ഫ്ലോസ് ഫസ്റ്റ് ടു സൗത്ത്, ദെൻ ടു ദി സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ബിഫോർ സ്പ്ലിറ്റിംഗ് ഇൻ ടു 2 tributaries, namely ദി ഭഗീരഥി ആൻഡ് ദി ഹുഗ്ലി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഗംഗ എൻ്റർ ചെയ്യുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിദ്വാറിലാണ് ഗംഗ എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? അത് ഭഗീരഥി ഹുഗ്ലി ആയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദ റിവർ ഹാസ് എ ലെങ്ത് ഓഫ് 2525 കിലോമീറ്റർ, 2525 കിലോമീറ്റർ. വളരെ ഇമ്പോർട്ടൻറ്റ്.
നമ്മൾ ഇൻഡസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു, എത്രയാണെന്ന് പറഞ്ഞു, അത് ഓർമ്മിക്കണം. ഈ സമയത്ത് ഇന്ത്യയിൽ കൂടെ എത്രയാണ് പോകുന്നതെന്നും പറഞ്ഞു, അതും ഈ സമയത്ത് ഓർമ്മിക്കണം, മറന്നു പോകരുത്. അത് മറന്നുപോയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് അതായിട്ട് നോക്കുക, എന്താണ് ഇൻഡസിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് മറന്നു പോകരുത്, അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പം ഇതിൻ്റെ ഒറിജിൻ പോയിന്റ് നമ്മൾ പറഞ്ഞു ഇല്ലേ, ഗംഗയുടെ ഒറിജിൻ പോയിന്റ് നമ്മൾ പറഞ്ഞു എവിടെയാണ്, ഉത്തരാഖണ്ഡ്. സ്റ്റേറ്റ് പറഞ്ഞു ഉത്തരാഖണ്ഡാണെന്ന്. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്നത് ഉത്തരാഖണ്ഡിലല്ല, ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലല്ല. അതെവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് കൂടുതൽ. ഓക്കെ, ഉത്തർപ്രദേശിൽ കൂടുതൽ. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലാണ്, അത് കഴിഞ്ഞിട്ട് ബീഹാറിലാണ്, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുള്ളൂ, ഒറിജിൻ പോയിൻ്റായ ഉത്തരാഖണ്ഡ് വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ദ ഗംഗ ബേസിൻ കവേഴ്സ് അബൌട്ട് 8.6 lakh square kilometer area in India alone. The Ganga river system is the largest in India, having a number of perennial and non-perennial rivers originating in the Himalayas in the north and the peninsula in the south respectively. അപ്പോൾ ഗംഗയുടെ ഇമ്പോർട്ടൻസ്, ഗംഗ 8.6 lakh square kilometer ആണ്. അതേപോലെ അതിൻ്റെ റിവർ സിസ്റ്റം എന്ന് വലിയ റിവർ സിസ്റ്റമാണ് അല്ലേ, ഗംഗയുടെ എന്ന് പറഞ്ഞാൽ വലിയ റിവർ സിസ്റ്റമാണ്. പെരിനിയൽ നോൺ പെരിനിയലായിട്ട് ഒരുപാട് നമുക്ക് എന്തുണ്ട്, റിവേഴ്സ് ഉണ്ട്. നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും നമുക്ക് പെരിനിയൽ നോൺ പെരിനിയലായിട്ടുള്ള റിവേഴ്സ് നമുക്ക് ഗംഗയ്ക്കുണ്ട്. അപ്പോൾ ഗംഗയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അല്ലേ, ഗംഗയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയാണ് നമ്മുടെ ഗംഗയാണ് നമ്മുടെ നാഷണൽ റിവർ അല്ലേ, ഗംഗ നമ്മുടെ നാഷണൽ റിവറാണ്, ഇമ്പോർട്ടൻ്റ്. ഗംഗ നാഷണൽ റിവർ ആക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 4th November 2008 എന്തായത്, ഗംഗ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഗംഗയ്ക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗംഗയ്ക്ക് മാത്രമല്ല, ആക്ച്വലി ഗംഗയ്ക്കും യമുനയ്ക്കും ഉള്ള ഇമ്പോർട്ടൻസ് ആണ് എന്തോന്ന്, ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ടൈറ്റിൽ കിട്ടിയത്. ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഇൻ ഇന്ത്യ ടു ബി ഗ്രാൻഡഡ് ദി സെയിം ലീഗൽ റൈറ്റ്സ് ആസ് പീപ്പിൾ. മനുഷ്യൻ്റെ എല്ലാ ലീഗൽ റൈറ്റും കിട്ടുന്ന നോൺ ഹ്യൂമൻ എൻറ്റിറ്റി, ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഇന്ത്യയിലെ ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി എന്ന് പറയുന്നതും ഗംഗയും യമുനയുമാണ്. യമുനയുണ്ട് കേട്ടോ, ഗംഗ മാത്രമല്ല ഗംഗയും യമുനയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി ഇൻ ഇന്ത്യ ടു ബി ഗ്രാൻഡഡ് ദി സെയിം ലീഗൽ റൈറ്റ്സ് ആസ് പീപ്പിൾ. അതാണ് ആര്, ഗംഗ ആൻഡ് യമുന. അപ്പോൾ ഇത് ഇന്ത്യയുടെ കാര്യമാണ്. ഓക്കെ, ഇന്ത്യയിലെ കാര്യമാണ് ഗംഗയുടെ യമുനയുടെയും കാര്യം പറഞ്ഞത്. അതുപോലെ വേൾഡിലും സെയിം സംഭവം സംഭവിച്ചിട്ടുണ്ട്. വേൾഡിൽ ആദ്യമായിട്ടും സംഭവിച്ചത് ആർക്കാണ്, ഏതിനാണെന്ന് പറയുമ്പോൾ അത് വാങ്കുനിയാണ്. ന്യൂസിലാൻഡിലെ വാങ്കുനി റിവറിനും ഇതേപോലെ ആദ്യമായിട്ട് നോൺ ഹ്യൂമൻ എൻറ്റിറ്റി വേൾഡിൽ കിട്ടിയത് വാങ്കുനി എന്നുള്ള റിവറിനാണ്. ന്യൂസിലാൻഡിലെ വാങ്കുനി എന്നുള്ള റിവറിനാണ് ആദ്യമായിട്ട് ഈ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി സെയിം ടു ബി ഗ്രാൻഡഡ് ദി സെയിം ലീഗൽ റൈറ്റ്സ് ആസ് പീപ്പിൾ ആയത് കിട്ടിയത്. ആദ്യത്തെ റിവർ ന്യൂസിലാൻഡിലെ വാങ്കുനിയാണ്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ കൂടെ ഇത് പോകുന്നുണ്ട്. നമ്മുടെ ബംഗ്ലാദേശിൽ കൂടെയും ഗംഗ പോകുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പത്മ. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. ഈ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറീസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ദ സോൺ ഈസ് ഇറ്റ്സ് മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് സോൺ എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആർ രാംഗംഗ, ഗോമതി, ഘാഘ്ര, ഗണ്ഡക്, കോസി ആൻഡ് ദി മഹാനന്ദ. The river finally discharges itself into Bay of Bengal near the Sagar Island. ഓക്കെ, അപ്പോൾ സോൺ ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ രാംഗംഗ, ഗോമതി, ഘാഘ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം ബേ ഓഫ് ബംഗാളിലാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സോണിൻ്റെ ഒറിജിൻ അമർകണ്ടക് പ്ലാറ്റു ആണ് കേട്ടോ. അമർകണ്ടക് പ്ലാറ്റു ആണ്. ഇവിടെ നിന്ന് ഏത് പ്ലാറ്റു എന്നാണ് സോണിൻ്റെ ഉത്ഭവം? അമർകണ്ടക് പ്ലാറ്റു ആണ്. അമർകണ്ടക് പ്ലാറ്റുവിൽ വരുന്ന വേറൊരു റിവറും കൂടെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക്
ആ റിവറിൻ്റെ കാര്യം പറയാം. ഓക്കെ, അതേപോലെ തന്നെ സോണിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഒരു ഡാമുണ്ട്, ബൻസാഗർ ഡാം. ബൻസാഗർ ഡാം നമുക്ക് സോണിലുള്ളതാണ്. ബൻസാഗർ ഡാം നമുക്ക് സോണിലുള്ളതാണ്. അതേപോലെ റിഹാന്ത് എന്ന റിവറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. റിഹാന്ത് എന്ന് പറയുമ്പോൾ സോണിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്, മെയിൻ ട്രിബ്യൂട്ടറിയാണ്. സോണിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറിയാണ് എന്ത്? റിഹാന്ത്. ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോണിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് യമുനയാണ് നമുക്ക് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദ യമുന, ദ വെസ്റ്റേൺ മോസ്റ്റ് ആൻഡ് ദി ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ഹാസ് ഇറ്റ്സ് സോഴ്സ് ഇൻ ദി യമനോത്രി ഗ്ലേസിയർ ഓൺ ദി വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ബണ്ടർ പഞ്ച് റേഞ്ച്. ഇറ്റ് ജോയിൻസ് ദി ഗംഗ അറ്റ് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ്. ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ the Chambal, Sindh, the Betwa and the Ken on its right bank, which originates from the peninsular plateau, while the Hindan, Rind, Sengar, the Varuna etc. join on its left bank. അപ്പോൾ യമുന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറയുമ്പോൾ. വെസ്റ്റേൺ മോസ്റ്റ് ആണ്, ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി, ഗംഗയുടെ ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറിയാണ് യമുന എന്ന് പറയുമ്പോൾ. ഒറിജിൻ പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആണ്, യമുനോത്രി ഗ്ലേസിയർ ആണ്. ഫ്രം ബണ്ടർ പഞ്ച് റേഞ്ച്, ബണ്ടർ പഞ്ച് റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയും യമുനയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയും യമുനയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് പ്രയാഗാണ്, അലഹബാദിലെ പ്രയാഗിലാണ്. അതിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് ചെമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. ചെമ്പൽ, സിന്ധ്, ബെത്വ ആൻഡ് കെൻ. ചെമ്പൽ, ബെത്വ, കെൻ, ടോൺസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ടോൺസ് ഉണ്ട്. ചെമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. ഓക്കെ, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ചെമ്പൽ, ബത്വ, കെൻ, ടോൺസ് ആണ് മേജറായിട്ട് നമുക്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ടും വരുന്നത്. ഓക്കെ, ഹെന്ദൻ, റിന്ദ്, സെങ്കാർ, വരുണ, അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യമുനയുടെ വേറൊരു പേരാണ് കാളിന്തി. കാളിന്തി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എന്തിനെ തന്നെയാണ്? യമുനെ തന്നെയാണ്. യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്തി. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡൽഹി ആൻഡ് ആഗ്ര. ഡൽഹിയും ആഗ്രയും. ഓക്കെ, ഡൽഹിയും ആഗ്രയും സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. ഡൽഹി ആൻഡ് ആഗ്ര ആർ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഏരിയ ആണത്, അതും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. നമുക്ക് അടുത്തത് നമ്മുടെ ചമ്പലാണ്. ചമ്പൽ. The Champal rises near Mau in the Malwa Plateau of Madhya Pradesh and flows northwards through a gorge upwards of Kota in Rajasthan, where the Gandhi Sagar Dam has been created. From Kota, it traverses down to Bunti, Savai Madhopur and Dholpur and finally joins the Yamuna. അപ്പോൾ ചമ്പലിൻ്റെ ഒറിജിൻ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചമ്പലിൻ്റെ ഒറിജിൻ പോയിന്റ് എല്ലാം എം ആണെന്ന് വിചാരിച്ചാൽ റൈസസ് നിയർ മൗ ഇൻ ദി മാൽവ പ്ലാറ്റു ഓഫ് മധ്യപ്രദേശ്, എല്ലാം എം ആണ്. ഓക്കെ, അപ്പോൾ ചമ്പൽ റൈസസ് നിയർ മൗ ഇൻ ദി മാൽവ പ്ലാറ്റു ഓഫ് മധ്യപ്രദേശ്, എല്ലാം എം ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഫ്ലോസ് നോർത്ത്വേർഡ്സ് ത്രൂ എ ഗോർജ് അപ്വേർഡ്സ് ഓഫ് കോട്ട ഇൻ രാജസ്ഥാൻ, വേർ ദി ഗാന്ധി സാഗർ ഡാം ഉണ്ട്, ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്. ചമ്പലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമാണ് ഗാന്ധി സാഗർ ഡാം, ഇമ്പോർട്ടൻ്റ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡാമാണ് റാണ പ്രതാപ് സാഗർ ഡാം. റാണ പ്രതാപ് സാഗർ ഡാം ഇമ്പോർട്ടൻ്റ്. അതും നമുക്ക് എവിടെയാണുള്ളത്? ചമ്പലിലാണ്. നമുക്ക് റാണ പ്രതാപ് സാഗർ ഡാമും നമുക്ക് ചമ്പലിലാണുള്ളത്. അതുപോലെ ഗാന്ധി സാഗർ ഡാമും നമുക്കുള്ളത് ചമ്പലിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മേജറായിട്ട് ചമ്പലിനെ പറ്റി നമുക്ക് പറയാനുണ്ടായിരുന്നത്. അടുത്ത ഗണ്ഡക്കാണ്. ദ ഗണ്ഡക് കംപ്രൈസസ് 2 streams, namely Kali Gandak and Trishul Ganga. It rises in the Nepal Himalayas between Dhaulagiri and Mount Everest and drains the central part of Nepal. It enters the Ganga plain in Champaran district of Bihar and joins the Ganga at Sonpur near Patna. അപ്പോൾ ഗണ്ഡക് കംപ്രൈസ് 2 streams, namely കാളി ഗണ്ഡക്, ത്രിശൂൽ ഗംഗ.
എവിടെ നിന്നാണ് റൈസ് ചെയ്യുന്നത്? നേപ്പാൾ ഹിമാലയാസ് ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്ന് റൈസ് ചെയ്യുന്നു? നേപ്പാൾ ഹിമാലയാസ് ഇമ്പോർട്ടൻറ്റ്. അത് 2 സ്ട്രീംസിൻ്റെ ഗണ്ഡക് കംപ്രൈസ് ഓഫ് 2 സ്ട്രീംസ്. അത് കാളി ഗണ്ഡക്കും തൃശ്ശൂൽ ഗംഗയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം? നേപ്പാൾ ഹിമാലയാസിൽ നിന്നാണ്, ബിറ്റ്വീൻ ധൗലാഗിരി ആൻഡ് മൗണ്ട് എവറസ്റ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് എൻറ്റേഴ്സ് ഗംഗാ പ്ലെയിൻ ഇൻ ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് ഓഫ് ബീഹാർ. ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് ഓഫ് ബീഹാറിനാണ് നമുക്ക് ഗണ്ഡക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഗണ്ഡക്കിൻ്റെ മറ്റൊരു പേരാണ് നാരായണി റിവർ. നാരായണി റിവർ എന്നും ഗണ്ഡക്കിന് അറിയപ്പെടുന്നുണ്ട്. നാരായണി റിവർ എന്നറിയപ്പെടുന്നത് ഗണ്ഡക്കാണ് ആക്ച്വലി. അതേപോലെ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് വാൽമീകി നാഷണൽ പാർക്ക്. വാൽമീകി നാഷണൽ പാർക്ക്. വാൽമീകി നാഷണൽ പാർക്ക് നിയർ ഗണ്ഡക്കിയാണ് കേട്ടോ. നിയർ ഗണ്ഡക്കി ആണ് വാൽമീകി നാഷണൽ പാർക്ക് ഉള്ളത്. വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാണ്? വാൽമീകി നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ അറ്റ് ബീഹാർ കേട്ടോ. അറ്റ് ബീഹാർ, ചമ്പാരനിൽ ബീഹാറിലാണ് നമുക്ക് വാൽമീകി നാഷണൽ പാർക്ക് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഗാഗ്രയാണ്. ദ ഗാഗ്ര ഒറിജിനൽസ് ഇൻ ദി ഗ്ലേസിയേഴ്സ് ഓഫ് മപ്ച ചുങ്ക ആഫ്റ്റർ കളക്ടിങ് ദി വാട്ടേഴ്സ് ഓഫ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് തീല, സേത്തി ആൻഡ് ബേരി. ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദി മൗണ്ടെയിൻ കട്ടിങ് എ ഡീപ്പ് ഗോർജ് അറ്റ് ശിശാപാനി. അപ്പോൾ ഗാഗ്രപ്പെട്ടി ആക്ച്വലി അടുത്ത് മപ്ച ചുങ്ക എന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് മാത്രമല്ല, നമുക്ക് വേറൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഗാഗ്രപ്പെട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് സാരദയാണ്. സാരദ എന്നൊക്കെ പറയുന്ന കാളി എന്ന്, മഹാകാളി എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. The river Sarda, Kali or Kali Ganga, joins it in plain before it finally meets Ganga at Chapra. അപ്പോൾ നമുക്ക് ഗാഗ്രയുടെ വാക്യമായിട്ടാണ് ആക്ച്വലി. പക്ഷേ ശാരദ നമുക്ക് കുറച്ചുകൂടെ കൈണ്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ശാരദ എന്ന് തന്നെയാണ് ഏത് മഹാകാളി, കാളി എന്നൊക്കെ പറയുന്നത് ശാരദ തന്നെ. ശാരദ റിവറാണ് ആക്ച്വലി, നേപ്പാളിലാണ്. ഒറിജിനേഷൻ പോയിൻ്റ് നമുക്ക് നേപ്പാളിലാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ മഹാകാളി ട്രീറ്റി ഉണ്ട് ആക്ച്വലി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മഹാകാളി ട്രീറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ നേപ്പാളായിട്ടാണ് 1996 ഇന്ത്യ നേപ്പാളായിട്ടുള്ള വാട്ടർ ട്രീറ്റിയാണ് മഹാകാളി ട്രീറ്റി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടെയാണെന്ന് പറയുമ്പോൾ ശാരദയാണ്, അല്ലെങ്കിൽ കാളിയാണ്, മഹാകാളിയാണ്, അതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോസി ഇമ്പോർട്ടൻസ് അറിയാം. കോസിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. കോസി എന്ന് പറയുമ്പം ഡേഞ്ചറസ് റിവർ അല്ലെങ്കിൽ സോറോ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് കോസിയാണ്. കോസി ഈസ് ആൻ ആൻറ്റിസിഡൻ റിവർ. ആൻറ്റിസിഡൻ റിവറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ആൻറ്റിസിഡൻ റിവർ എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോസിയും കൂടെ ഉണ്ട്. ആൻറ്റിസിഡൻ റിവറിൻ്റെ ലിസ്റ്റിൽ കോസിയും കൂടെ ഉണ്ട്. അപ്പോൾ കോസി ഈസ് ആൻ ആൻറ്റിസിഡൻ റിവർ വിത്ത് ഇറ്റ്സ് സോഴ്സ് ടു ദി നോർത്ത് ഓഫ് മൗണ്ട് Everest in Tibet, where its main stream Arun rises. After crossing the central Himalayas in Nepal, it is joined by the Sun Kosi from west and the Tamur Kosi from the east. It forms Sapt Kosi after uniting with the river Arun. അപ്പോൾ കോസി ഒരു ആൻറ്റിസിഡൻ റിവറാണ്. ഒറിജിനേറ്റിംഗ് ഫ്രം ടിബറ്റ് ആണ്. മെയിൻ സ്ട്രീം അതിൻ്റെ അരുൺ എന്ന് പറയുന്നത് കോസിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്, മെയിൻ സ്ട്രീമാണ്. ആഫ്റ്റർ ക്രോസിംഗ് ദി സെൻട്രൽ ഹിമാലയാസ് ഇൻ നേപ്പാൾ, ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ സോൺ കോസി ഫ്രം ദി വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് തമൂർ കോസി ഫ്രം ദി ഈസ്റ്റ്. അങ്ങനെ സപ്തകോസി ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് യുണൈറ്റിംഗ് വിത്ത് റിവർ അരുണായിട്ട് നമുക്ക് യുണൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കോസി ഞാൻ്റെ കാര്യം പറഞ്ഞു. കോസിയാണ് നമ്മുടെ സോർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കോസിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു മൾട്ടിപർപ്പസ് റിവർ പ്രോജക്റ്റ് ഉണ്ട് കോസിയിൽ. ഇന്ത്യ നേപ്പാളിൻ്റെ മൾട്ടിപർപ്പസ് റിവർ പ്രോജക്റ്റ് ഉണ്ട്. അത് നമ്മൾ കോസി പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൾട്ടിപർപ്പസ് പ്രോജക്റ്റ്, ഇന്ത്യ നേപ്പാളിൻ്റെ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് കോസി പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. നമുക്ക് അടുത്തെന്ന് പറയുമ്പം രാംഗംഗയാണ്. The Ramganga is comparatively a small river rising in Garhwal Hills near Gairsan. Important. It changes its course to southwest direction after crossing the Shivalik and enters into the plains of Uttar Pradesh near Najibabad. Finally, it joins the Ganga near Kanauj. അപ്പോൾ രാംഗംഗ സ്മോൾ റിവറാണ്. അതിൻ്റെ ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഗേർസൈൻ എന്നാണ് അതിൻ്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ രാംഗംഗയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, രാംഗംഗയിൽ നിന്നാണ് നമുക്ക്, അല്ലെങ്കിൽ രാംഗംഗയുടെ അടുത്ത് നമുക്ക്
ജിം കോർബറ്റ് ഉണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നമുക്ക് രാംഗംഗയുടെ അടുത്താണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അതിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നമുക്ക് രാംഗംഗയുടെ അടുത്താണ് ഉള്ളത്. ജിം കോർബറ്റ് ഏത് സംസ്ഥാനത്തിലാണ്? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. മറന്നുകൊണ്ട് ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ്. ഓക്കെ, ജിം കോർബറ്റ് നമുക്ക് ഉത്തരാഖണ്ഡിലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഏതിൻ്റെ കാര്യം പറഞ്ഞു? ഇതേപോലെ ഗണ്ഡക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഗണ്ഡക്ക് നമുക്ക് എവിടെയാണുള്ളത്? ഏതിന് നിയറാണ്? നിയർ വാൽമീകി നാഷണൽ പാർക്കാണ്. ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കാണ്. അതേപോലെ രാംഗംഗ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ദാമോദറാണ്. Damodar occupies the eastern margins of the Chota Nagpur Plateau, where it flows through a rift valley and finally joins the Hooghly. The Bharakar is its main tributary. Once known as the Sword of Bengal, the Damodar has now termed by Damodar Valley Corporation a multi-purpose project important. അപ്പം ദാമോദർ റിഫ്റ്റ് വാലി റിവറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്റ്റ് വാലി ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദാമോദറിൻ്റെ പേര് അതിൽ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഫൈനലി ജോയിൻസ് ഹൂഗ്ലിയിൽ അത് ജോയിൻ ചെയ്യുന്നു. ബരാക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറി ആണ്. ബരാക്കാർ ട്രിബ്യൂട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് ഇതിന് എന്താണ് വിളിച്ചതെന്ന് സോർട്ട് ഓഫ് ബംഗാളിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അവിടെ ദാമോദർ വാലി കോർപ്പറേഷൻ്റെ ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നമുക്ക് ദാമോദർ നദിയിലുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് സാരദ. നമ്മളിതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചതാണ്. ജസ്റ്റ് ബാക്കി നമുക്ക് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. കാളി എന്നറിയപ്പെടുന്നത് ശാരദയാണ്. ആരും നമുക്കവിടെ നമ്മളെന്ത് പറഞ്ഞു? നമ്മൾ മഹാകാളി ട്രീറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ നേപ്പാൾ ഭാഗത്താണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കാളി എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കാളിയെപ്പറ്റി ഇതിൻ്റെ അകത്ത് ഇനി വീണ്ടും നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത മഹാനന്ദയാണ്. ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ഗംഗ റൈസിംഗ് ഇൻ ദി ഡാർജിലിംഗ് ഹിൽസ്. ഇറ്റ് ജോയിൻസ് ദി ഗംഗ ആസ് ദി ലാസ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഇൻ വെസ്റ്റ് ബംഗാൾ. മഹാനന്ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിബ്യൂട്ടറിയാണ്. ലാസ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. The Son is a large south bank tributary of the Ganga originating in the Amarkandak Plateau. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. After forming a series of waterfalls at the edge of the plateau, it reaches Ara, the west of Patna, to join the Ganga. സോണിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അമർകണ്ടക് പ്ലാന്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളവിടെ ബൻസാഗർ ഡാമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആക്ച്വലി ഗംഗയെപ്പറ്റി പറയാനുള്ളത്. ഗംഗയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് നേരത്തെ വിട്ടുപോയ കുറച്ച് കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഗംഗയിൽ നമുക്ക് നാഷണൽ വാട്ടർവേ 1, ഇന്ത്യയുടെ നാഷണൽ വാട്ടർവേ 1 നമുക്ക് ഗംഗയിലുണ്ട്. ഗംഗയിലൂടെയാണ് നമുക്ക് ഇന്ത്യയുടെ നാഷണൽ വാട്ടർവേ 1 പോകുന്നത്. അലഹാബാദ് ടു ഹാൽദിയ ഇമ്പോർട്ടൻ്റ് ആണ്. അലഹാബാദ് ടു ഹാൽദിയ ഇമ്പോർട്ടൻറ്റ്. റിവേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ഗംഗ, ഭഗീരഥി ആൻഡ് ഹൂഗ്ലി. അതേപോലെ ഗംഗയിലാണ് നമുക്ക് ഫേമസ് കുംഭമേള ഫെസ്റ്റിവൽ ഉള്ളത് ഗംഗയിലാണ്. ഓക്കെ, അതെപ്പോഴാണ് നടക്കുന്നത്? വൺസ് ഇൻ 12 years. ഓക്കെ, വൺസ് ഇൻ 12 years. ഓക്കെ, കുംഭമേളയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ മേജർ സ്ഥലങ്ങളും കൂടെ, ഏതൊക്കെ സ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നതും കൂടെ നമ്മൾ അറിയണം. ഹരിദ്വാറാണ്. അടുത്തത് അലഹാബാദാണ്. 4 സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. അടുത്തത് നാസിക്കാണ്. അത് കഴിഞ്ഞ് ഉജ്ജയിൻ. ഓക്കെ, ഇതാണ് നമുക്ക് 4 സ്ഥലങ്ങൾ, കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങൾ. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, കുംഭമേളയാണ്. അപ്പം ഇത്രയും കൂടെ നമുക്ക് ഗംഗയെ പറ്റി പറയാനുണ്ടായിരുന്നു. ബ്രഹ്മപുത്രയെ പറ്റി നമുക്ക് നോക്കാം. വൺ ഓഫ് ദി ലാർജസ്റ്റ് റിവേഴ്സ് ഓഫ് the world has its origin in the Chemyongdang Glacier of the Kailash Range near Manasarovar Lake. വളരെ ഇമ്പോർട്ടൻറ്റ്. ബ്രഹ്മപുത്ര ഒറിജിൻ Chemyongdang Glacier of Kailash Range near the Manasarovar Lake. ഈ കൈലാഷ് റേഞ്ച് നിയർ മാനസരോവർ ലേക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരു റിവറിനെ പറ്റി പറഞ്ഞിരുന്നു. മാനസരോവർ ലേക്ക്, കൈലാഷ് റേഞ്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു റിവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായതാണ് റിവർ. ആ റിവറിൻ്റെ പേരാണ് ഇൻഡസ് അല്ലേ? ആ റിവറിൻ്റെ പേരാണ് ഇൻഡസ്. എന്താണ് സംഭവം? കൈലാഷ് റേഞ്ച് നിയർ മാനസരോവർ ലേക്ക് നമ്മൾ ഇൻഡസിനെ പറ്റിയും പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ ചെമയോങ്ഡാങ് ഗ്ലേസിയർ പറഞ്ഞു, അവിടെ നമ്മൾ ബൊക്കാർച്ചു ഗ്ലേസിയർ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു എന്ന് വിചാരിച്ചോ. ബൊക്കാർച്ചു ഗ്ലേസിയർ, അത് ഇൻഡസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇൻഡസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബൊക്കാർച്ചു ഗ്ലേസിയർ മാനസരോവർ ലേക്ക്. ഇവിടെ നമുക്ക് ബ്രഹ്മപുത്രയ്ക്ക് ചെമയോങ്ഡാങ് ഗ്ലേസിയർ മാനസരോവർ ലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോണ്ട.
From here, it traverses eastward longitudinally for a distance of near 1,200 km in a dry and flat region of southern Tibet, where it is known as Sangpo, important, which means purifier. അപ്പോൾ ബ്രഹ്മപുത്ര ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് റിവേഴ്സ് ആണ്. ഒറിജിൻ പോയിന്റ് ചെമയോങ്ഡങ് ഗ്ലേസിയർ നിയർ ഓഫ് കൈലാസ് റേഞ്ച് നിയർ മാനസരോവർ ലേക്കാണ്. സാങ്പോ എന്ന് അറിയപ്പെടുന്നത്, ടിബറ്റിൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് 2,900 ലെങ്ത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 2,900 കിലോമീറ്റേഴ്സാണ് ലെങ്ത്ത്. അപ്പോൾ സാങ്പോ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, സാങ്പോ എന്നറിയപ്പെടുന്നത് ടിബറ്റിലാണ് സാങ്പോ എന്നറിയപ്പെടുന്നത്. അതേപോലെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് എന്ത്? ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുനയാണ്. അതേപോലെ ഗംഗ അറിയപ്പെടുന്നത് പത്മ, മറന്നുകൊണ്ട, ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. ദ റാങ്കോ സാങ്പോ ഈസ് ദി മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ദിസ് റിവർ ഇൻ ടിബറ്റ്. ഇറ്റ് എമേർജസ് ആസ് എ turbulent and dynamic river after carving out a deep gorge in the central Himalayas near Namcha Barwa. Important. The river emerges from the foothills under the name of Siang or Dihang. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. റാങ്കോ സാങ്പോ ഈസ് ദി മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ദിസ് റിവർ ഇൻ ടിബറ്റ്. അതേപോലെ കാർവ് ഔട്ട് ചെയ്ത് വരുന്നത് സെൻട്രൽ ഹിമാലയാസിൻ്റെ നിയർ നാംചാ ബർവ ആണത്. അതിൻ്റെ കാർവിങ് ഔട്ട് അല്ലെങ്കിൽ അത് വരുന്നത് എമേർജ് ചെയ്ത് വരുന്നത് നാംചാ ബർവ എന്നാണ്. ഇമ്പോർട്ടൻ്റ്, നാംചാ ബർവ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ അറിഞ്ഞിരിക്കുക. അടുത്തത്, ഇറ്റ് എൻറ്റേഴ്സ് ഇന്ത്യ വെസ്റ്റ് ഓഫ് സാദിയ ടൗൺ ഇൻ അരുണാചൽ പ്രദേശ്. ഇമ്പോർട്ടൻ്റ്, ഇന്ത്യയിൽ കൂടെ കയറുന്ന ആ പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധ്യ ആണ്. സാധ്യ ടൗൺ ഇൻ അരുണാചൽ പ്രദേശ് ഇമ്പോർട്ടൻ്റ്. ഫ്ലോയിങ് സൗത്ത് വെസ്റ്റ് ഇറ്റ് റിസീവ്സ് ഇറ്റ്സ് മെയിൻ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ദിബാങ് ഓർ സിക്കാങ് ആൻഡ് ലോഹിത്. ദെയർ ആഫ്റ്റർ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രഹ്മപുത്ര. അപ്പം ഇന്ത്യയിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, സാധ്യ ടൗൺ അരുണാചൽ പ്രദേശ് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. ആ ടൗണിൻ്റെ പേരാണ് സാധ്യ. അതേപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിഹാങ് ഓർ സിക്കാങ്, ലോഹിത്, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ്. അതുപോലെ നമുക്ക് സുബൻസിരി ഉണ്ട്. അടുത്തതിൽ നമ്മൾ സുബൻസിരി പറയുന്നുണ്ട്. ദ സുബൻസിരി വിച്ച് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ടിബറ്റ് ഈസ് ആൻ ആൻറ്റിസിഡൻ റിവർ. ആൻറ്റിസിഡൻ റിവർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതിനെപ്പറ്റി പറഞ്ഞു? കോസിയെ പറ്റി പറഞ്ഞു. കോസി ഒരു ആൻറ്റിസിഡൻ റിവറാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഏതിനെപ്പറ്റി പറഞ്ഞിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ സത്ലജിനെ പറ്റി പറഞ്ഞിരുന്നു. അതും ഒരു ആൻറ്റിസിഡൻ റിവറാണ്. അപ്പം സുബൻസിരി എന്ത് തന്നെയാണ്? ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ദ ബ്രഹ്മപുത്ര എൻറ്റേഴ്സ് ഇൻ ടു ബംഗ്ലാദേശ് നിയർ ദുബ്രി. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റ് സാദിയാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ എൻ്റർ ചെയ്യുന്ന പോയിന്റ് ദുബ്രിയാണ്. ബംഗ്ലാദേശിൽ ഇതിന് എന്തറിയപ്പെടുന്നു? ജമുന എന്നും അറിയപ്പെടുന്നു. ആൻഡ് ഫ്ലോസ് സൗത്ത് വേർഡ് ഇൻ ബംഗ്ലാദേശ് തീസ്ത മറ്റൊരു ട്രിബ്യൂട്ടറി ആണ്. ഇമ്പോർട്ടൻറ്റ്. തീസ്തയെ പറ്റി പറയുമ്പം തീസ്തയാണ് എന്ത്? ഫാസ്റ്റസ്റ്റ് റിവർ, ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് റിവർ തീസ്തയാണ്. ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നതും തീസ്തയാണ്. അപ്പം തീസ്തയുടെ കാര്യം മറന്നുകൊണ്ട ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇൻ ബംഗ്ലാദേശ് ദ തീസ്ത ജോയിൻസ് ഇറ്റ് ഓൺ ഇറ്റ്സ് റൈറ്റ് ബാങ്ക് ഫ്രം വെയർ ദ റിവർ ഈസ് നോൺ ആസ് ജമുന. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഫൈനലി മേർജസ് വിത്ത് റിവർ പത്മ വിച്ച് ഫോൾസ് ഇൻ ദി ബേ ഓഫ് ബംഗാൾ. പത്മ എന്ന് പറയുമ്പോൾ ആരാണ്? ഗംഗയാണ്. നമ്മൾ നേരത്തെ അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അപ്പോൾ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ കൂടെ എൻ്റർ ചെയ്യുന്ന പോയിന്റ് ദുബ്രിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ കൂടെ എൻ്റർ ചെയ്യുന്ന പോയിന്റ് സാധ്യയാണ്, അരുണാചൽ പ്രദേശിലെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബംഗ്ലാദേശ് തീസ്തയായിട്ട് ജോയിൻ ചെയ്യുന്നു. ആര് ജോയിൻ ചെയ്യുന്നു? ബ്രഹ്മപുത്ര ജോയിൻ ചെയ്യുന്നു. പിന്നെ അങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പം ബംഗ്ലാദേശ് എത്തിയതിൻ്റെ പേരെന്തായി? ജമുനയായി. അത് കഴിഞ്ഞിട്ട് ഫൈനലി പത്മയായിട്ട് മീറ്റ് ചെയ്തിട്ട് അത് ബേ ഓഫ് ബംഗാളിൽ വന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നാഷണൽ വാട്ടർവേ 1ൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ നമുക്ക് നാഷണൽ വാട്ടർവേ 2 കൂടെ ഉണ്ട്. നാഷണൽ വാട്ടർവേ 2 ഉണ്ട്. അപ്പോൾ നാഷണൽ വാട്ടർവേ 1 എന്തായിരുന്നു? ഗംഗയിലാണ്. അത് ഏത് വഴിയാണ്? അലഹബാദ് ടു ഹാൽദിയാണ്. 3 റിവേഴ്സ് കൂടെയാണ് നമുക്ക് മെയിൻ ഗംഗ എന്ന് പറയുമ്പോഴും 3 റിവേഴ്സാണ് നമുക്ക്: ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. അതേപോലെ നാഷണൽ വാട്ടർവേ 2 അത് നമുക്ക് എവിടെയാണ്? ബ്രഹ്മപുത്രയിലാണ് നമുക്ക് നാഷണൽ വാട്ടർവേ 2 ഉള്ളത്. അത് ഏത് 2 ഏതാണ്? സാദിയ
ടു ദുബ്രി. സാദിയ ടു ദുബ്രി ആണ് നമുക്ക് നാഷണൽ വാട്ടർവേ 2 ഉള്ളത്. അതേപോലെ ലാർജസ്റ്റ് ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ, അത് അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും പറയുന്നുണ്ട്. ലാർജസ്റ്റ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ, അതും നമുക്കിവിടെ പറയാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ലാർജ് ഡെൽറ്റയും ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര ഗംഗ ഡെൽറ്റ എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ട്. അതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയിൽ തന്നെയാണ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ഉള്ളത് ബ്രഹ്മപുത്രയിലാണ്. ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഉള്ളത് ബ്രഹ്മപുത്രയിലാണ്. ഓക്കെ, അതിൻ്റെ പേരെന്താണ്? ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക ബ്രിഡ്ജാണ് ലോങ്ങസ്റ്റ് റിവർ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. ഭൂപൻ ഹസാരിക എന്നും ധോല സാദിയ എന്നും പറയുന്നുണ്ട്. ഭൂപൻ ഹസാരിക എന്നും ധോല സാദിയ ബ്രിഡ്ജ് എന്നും പറയുന്നുണ്ട്. അതെവിടെയാണുള്ളത്? അതും ബ്രഹ്മപുത്രയിലാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ ബ്രഹ്മപുത്ര ഫ്ലോ ചെയ്ത് പോകുന്ന കൺട്രി അല്ലെങ്കിൽ ബ്രഹ്മപുത്ര ടച്ച് ചെയ്യുന്ന കൺട്രീസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് വഴിയാണ് അല്ലെങ്കിൽ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശിലൂടെയാണ് ബ്രഹ്മപുത്ര കടന്നു പോകുന്നത്. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ബ്രഹ്മപുത്രയുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗംഗ ആൻഡ് ബ്രഹ്മപുത്രയെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.